രണ്ടാമത് അബാക, നിന്റെ ഉപ്പയോടാണ്. മൂന്നാമത് അവിടെന്ന് പറഞ്ഞു ഉഖ്തുക, നിന്റെ സഹോദരിയോടാണ്. നാലാമത് അഖാക, നിന്റെ സഹോദരനോടാണ്. സുമ്മ അദ്നാക വ അദ്നാക, പിന്നീട് അടുത്തവരോടാണ്. കടമകളുടെ ഒരു ചാർട്ട് പ്രവാചകൻ വരച്ചു തരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും കടമ, സമൂഹത്തിൽ ഏറ്റവും കടമ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനോടാണ്. പിന്നീട് വാപ്പയോടാണ്, ഉപ്പയോട്, പിന്നീട് സഹോദരിയോടാണ്, പിന്നീട് സഹോദരനോടാണ്. നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് നേരെ മറിച്ചായിരുന്നു. നമുക്ക് ഏറ്റവും കടമ ഭാര്യയോടാണ് എന്നായിരുന്നു. വൈഫിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നത്, അല്ലേ? പെണ്ണുങ്ങളാരും ദേഷ്യപ്പെടണ്ട, ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നു, ഉസ്താദ് വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥാനമൊക്കെ ഇടിഞ്ഞു എന്നാരും വിചാരിക്കണ്ട. പെണ്ണിനും സ്ഥാനമുണ്ട്, ഭാര്യയ്ക്കും സ്ഥാനമുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഉമ്മയും ഉപ്പയും കഴിഞ്ഞാൽ പിന്നെ പെങ്ങൾക്കാണ്. ചില ആളുകൾ പറയാറുണ്ട്, അവൾക്കെല്ലാം കൊടുത്തു വിട്ടില്ലേ, പറമ്പും സമ്പത്തും കാറും ഒക്കെ കൊടുത്തു വിട്ടു, ഇനി എന്തിനാണ് അവള് കയറി വരുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു വയറ്റിൽ ഒന്നിച്ചു കിടന്നത് കൊണ്ടാണ് സഹോദരി എന്ന് പറയുന്നത്. ഉദരം, വയറ്. സഹോദരി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ വയറ്റിൽ കിടന്ന പെങ്ങള്. സഹോദരൻ, പെങ്ങൾക്ക് സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. സ്വന്തം സഹോദരിക്ക് സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. അവളെ അന്വേഷിക്കണം, അവളെ സംരക്ഷിക്കണം. അവളൊരു കുടുംബിനിയായി പോയാലും നാം അവളെ തിരക്കിക്കൊണ്ടിരിക്കണം, അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഇമാം നസായി അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വരുന്നു, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ചു, അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർഅ, അല്ലാഹുവിന്റെ റസൂൽ